ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അമ്മച്ചിങ്ങനെ ഇങ്ങനെ പുറവശത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കാറ്റൊക്കെ കണ്ട് വെയിലൊക്കെ കണ്ട്. അപ്പോൾ അമ്മച്ചിയൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകാനായി. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് അമ്മച്ചിയോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓസ്ട്രേലിയ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓസ്ട്രേലിയ ഇഷ്ടപ്പെട്ടോ? ഇവിടുത്തെ ജീവിതശൈലി, രീതികൾ, ഫുഡ്, പിന്നെന്താ ആൾക്കാർ, കാലാവസ്ഥ, അങ്ങനെയെല്ലാം അമ്മച്ചിയുടെ അഭിപ്രായം ഒന്ന് നമുക്ക് കേട്ടറിയാം. അമ്മച്ചി പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു? പറയാറുണ്ട്. ഓസ്ട്രേലിയ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. സമ്മറിൽ വന്നുകൊണ്ട് കറക്റ്റ് വന്നു കഴിഞ്ഞൊരു കുറച്ച് ദിവസം തണുപ്പുണ്ടായിരുന്നു. 2-3 ദിവസത്തെ ഒരു 2 ആഴ്ച അല്ലേ ഏകദേശം ഒന്ന് വരുമ്പോൾ, അല്ലാതെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ നാളെ പോണം. 3 മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല. പിള്ളേരെ അടുത്ത് ഇനി പോകുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, വിഷമമാണ്. അധികം ഞാനും റിച്ചിക്കുട്ടിനെ സ്കൂളിൽ അടച്ച സമയമായതുകൊണ്ട് ഇവള് ഡ്യൂട്ടിക്ക് പോയാലും ഞങ്ങൾക്കൊരു നേരം പോക്കായിരുന്നു, ഹാപ്പി ആയിട്ടിരുന്നു. മുറ്റത്തായിരുന്നു കൂടുതൽ സമയം ഇരിപ്പും കളിയും പരിപാടിയൊക്കെ, വെയില് കൊള്ളലും നല്ല. പിന്നെ അവിടുത്തെ പോലെ എല്ലാവരും ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും പോകാനൊന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ പ്രത്യേകതയാണല്ലോ വൈകുന്നേരം ആകുമ്പോൾ. നമ്മളെ കൽപ്പറ്റയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്തെല്ലാം വീടുകളാണ്. അപ്പം എല്ലാരും വൈകുന്നേരം ആകുമ്പോ എല്ലാ വീട്ടമ്മമാരും കൂടി മുറ്റത്ത് സമ്മേളനം പോലെ റോഡിൽ ഇറങ്ങി വരും. പരദോഷം നല്ല ദോഷം പറയാറുള്ളൂ. സ്നേഹമായിരുന്നു. അതിന്റെ ഒരു കുറവ് ഇതുപോലെ, വേറെ കുഴപ്പമില്ല. പിന്നെ പിള്ളേരുടെ കൂടെ ആയതുകൊണ്ട് നേരം പോയത്, സമയം പോയത് അറിഞ്ഞില്ല. വന്ന ആദ്യത്തെ ഉടനെ ആയതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനും പറ്റി. പിന്നെ കുറച്ചാണ് ജലദോഷം പിടിച്ച് കുറച്ച് നാൾ അങ്ങനെ ഇരുന്ന് പോയി. പിന്നെ നമ്മള് അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു. ഇവിടുത്തെ മൗണ്ട് വെല്ലിംഗ്ടണും ഏറ്റവും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങ് വരെ വണ്ടി കയറിയത് കൊണ്ട് അമ്മച്ചിക്ക് അങ്ങ് വരെ കയറി കാണാനൊക്കെ പറ്റി. പിന്നെ നമ്മുടെ ക്രൂയിസ് ട്രിപ്പിന് പോയത് 4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല റോഡും ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി വന്നു. പിന്നെ പിന്നെ എല്ലാം കൊണ്ടും നല്ലതാ. ഭക്ഷണ രീതി ആണെങ്കിലും ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളെ ഇവിടുത്തെ എന്നിട്ട് അങ്ങനെ തന്നെ ആക്കണം ഓർത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഇവിടുത്തെ ഓട്സും ടോസ്റ്റും സീരിയൽസും പരിപാടികളൊക്കെയാണ് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടത്. രാവിലെ പണി എളുപ്പമായി, സമയം ലാഭം. വെയിറ്റ് ഒക്കെ കുറഞ്ഞു. അത് അമ്മച്ചി ഇവിടെ വന്നിട്ട് വെയിറ്റ് കുറഞ്ഞപ്പോഴത്തെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. അത് 3-4 കിലോ വെയിറ്റും കുറഞ്ഞ് അങ്ങനെ ചുരിദാറൊക്കെ ലൂസായി. പിന്നെ ഇവിടെ പള്ളിയിൽ പോയിട്ട് നമ്മൾ അവിടെ ലാറ്റിൻ കുർബാന മലയാളത്തിൽ കൂടി അതുകൊണ്ട് ആ സമയങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അറിയാം. അപ്പൊ കുർബാനയിൽ പങ്കെടുത്തു. നന്നായിട്ട് ലാറ്റിൻ കുർബാനയാണ് ഇവിടെ എപ്പോഴും. പിന്നെ ആൾക്കാരൊക്കെ എല്ലാം നന്നായിട്ട് ശരിക്കും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്റെ, ഭാഷ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാരും നമ്മളെ ഇങ്ങോട്ട് ഇവരെ കാണുമ്പോഴൊക്കെ വന്ന് വർത്താനം പറയാൻ ട്രൈ ചെയ്യും. അവര് വർത്താനം പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ച് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കും. അപ്പൊ അതൊരു വിഷമാണ്. ആൾക്കാര് ഇങ്ങോട്ട് വർത്താനം പറയുമ്പോ തിരിച്ച് പറയാൻ പറ്റാത്ത. ഒന്നേ കൊടുക്കാനുള്ള ചിരി കൊടുക്കും ഞാനല്ല, ചിരിക്കും. അപ്പൊ അവര് ചിരിക്കും. സമാധാനം കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണം അല്ലേ? അതെ. പിന്നെ അച്ഛനാണെങ്കിലും എല്ലാരെയും കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കും. അത് വലിയൊരു അനുഭവം അല്ലെ? എല്ലാരെയും കണ്ട് വർത്താനം പറഞ്ഞു എല്ലാരെയും കണ്ട്. അത് ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അല്ല, നല്ലതാണ്, നല്ല മനുഷ്യരാണ്. ആർക്കും വലിയ തിരക്കൊന്നുമില്ല, ഒക്കെ ശാന്തരായ മനുഷ്യര്. ഓട്ടോ വണ്ടിയൊക്കെ ഓടിക്കണ എന്തൊരു നീറ്റായിട്ട്. അതെ, വണ്ടി ഭയങ്കര. ഞാൻ അവർക്ക് നിരയിൽ 5-6 ലൈനായിട്ട് വണ്ടി പോകണം. ഒന്നും കയറി ഇറക്കൂല, അവരവരുടെ നിയമം പാലിച്ച്. ഒരു അപകടം, ആക്സിഡന്റ് ഒന്നും ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഉണ്ടായാ തീർന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഇല്ല, ടെൻഷനില്ല ഇവിടെ. ഇവിടെ എല്ലാവരുടെയും മനസ്സ് ശാന്തം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇനി അടുത്ത വർഷം എങ്ങനെയാണെങ്കിലും 3 മാസം വന്നൊന്ന് പോയാലോ. 3 മാസം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ എന്തായിരുന്നു പിന്നെ ഇവിടുത്തെ വൃത്തി സ്ഥലങ്ങളൊക്കെ? അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റൂല.
ഒരു പൊടി കടലാസിന്റെ ഒരു കഷ്ണം, ഒരു പൊടി ഒന്നുമില്ല. എന്തൊരു നീറ്റാ. ടൗണൊക്കെ കണ്ട നമ്മളിവിടെ പായ പിടിച്ച് കിടക്കാൻ തോന്നുന്നു. അവിടെ അത്രമാത്രം നീറ്റാ. അത് ഇന്ന് ബീച്ചിൽ പോയിട്ടാണേലും അല്ല, ബീച്ചിൽ എന്തോരം മനുഷ്യരാ വന്നിരിക്കുന്നത്. ഒരു കടലാസിന്റെ കഷ്ണോ ഒരു മിഠായി ഇടുന്നതോ ഒന്നുമില്ല. എല്ലാം നല്ല നീറ്റായിട്ട് എല്ലാരും. അതെ, എല്ലാരും ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ശീലം കുഞ്ഞു പിള്ളേര് പോലും അങ്ങനെ ഇടാറില്ല. അപ്പൊ അതിന്റെയാണ്. പിന്നെ ഒരു സായിപ്പ് അവിടെ നിന്ന് ഒരു മിഠായി ഇങ്ങനെ വായിൽ തേച്ച് ആ ഇത് പോക്കറ്റിലേക്ക് ഇടണം കടലാസ്. പിന്നെ അത് പറ്റുമ്പോ അത് വേസ്റ്റ് കൊണ്ടിടണം. അത് തന്നെ ഒറ്റ എണ്ണം ഇടില്ല. നല്ല വൃത്തിയായിരുന്നു. ഇന്ന് ഞങ്ങളൊരു ബീച്ചിൽ പോയി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. നല്ല വെയിലത്തായിരുന്നു അത്ര. എന്നാലും അതിവിടെ അടുത്ത് തന്നെയല്ലേ. എന്താ എല്ലാം കൊണ്ട് ഇവിടെ നല്ലതാണ്. പിന്നെ വീടുകളൊക്കെ വീടുകൾ അവിടത്തെ പോലെ കല്ലും വലിയ കോൺക്രീറ്റും ബിൽഡിങ്ങുകളൊന്നും അല്ല അല്ലേ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല നീറ്റാ, നല്ല വൃത്തിയാണ്. പക്ഷെ എല്ലാം എന്താ ഇതിന്റെ മെറ്റീരിയൽസിന്റെ പേര് പ്ലൈവുഡിന്റെയോ എന്താ എനിക്കറിയില്ല. എന്തായാലും നല്ല വൃത്തിയാണ്. മെറ്റീരിയലിന്റെ പേര് ഞാനും മറന്നുപോയി. ബോർഡ് അതുപോലെ നമ്മള് മതിൽ കെട്ടുന്നത് കല്ല് കെട്ടിയൊന്നല്ല. അതേ നല്ല മരത്തിന്റെ കാതലുകൾ, മരം കൊണ്ടാണ് മതിലുകള് ഓരോ കോമ്പൗണ്ടായിട്ട് തിരിച്ചേക്കുന്നത്. മരമൊക്കെ ഓരോ തടി കഷ്ണങ്ങളും പല ട്രീറ്റ്മെന്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒന്നുമില്ല, വളയൂല, ഒടിയൂല, പൊട്ടൂല, ചെതല് പിടിക്കില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പച്ചക്കറികൾ, ഒരു ഇലയൊന്നും ഒരു പ്രാണികൾ കഴിക്കും ഒന്നുമില്ല. പ്രാണികളൊക്കെ കുറവാണ്. ഈച്ചയുണ്ട്, പക്ഷെ എന്നാലും നമ്മള് പച്ചക്കറിയൊക്കെ നട്ടാ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എന്നാന്ന് വെച്ചാല് എന്താ നമ്മളെ നാട്ടില് കൽപ്പറ്റയിലൊക്കെ ഫുള്ള് കുരങ്ങന്മാരല്ലേ. മൃഗങ്ങളില്ല. ഞാൻ പറയും ഇതുപോലെ നല്ല കാട്ടിക്കൂടിയൊക്കെ ഞങ്ങൾ നടന്നു പോയതല്ല. ഒരു മൃഗങ്ങളെ കാണാനില്ല. കാണും വന്നിട്ടും പോയിട്ട് ഒരു പാവം വല്ലഭി കുഞ്ഞുങ്ങള് ഒന്നും ചെയ്യുന്നു. നമ്മളൊക്കെ ചെന്നാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് അവർ ഓടുകയോ ഉപയോഗിക്കൊന്നുമില്ല. ആരും ഒന്നും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് അത് പക്ഷികളാണെങ്കിലും പക്ഷികൾ എവിടെ ഇരുന്നാലും നമ്മൾ അതിലെ പോയാലും അവരെ ഉപദ്രവിക്കില്ലാന്ന് അവർക്കറിയാം. അതിലേക്ക് പോണൊരു വെറുതെ പോണ പട്ടീനെയും കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കുന്ന ആൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഏതായാലും മക്കളുടെ കൂടെ 3 മാസം നിന്നു, സന്തോഷായി. പിന്നെ റിച്ചുകുട്ടൻ വന്നിട്ടുണ്ട് അലമ്പാക്കാൻ വേണ്ടിട്ട്. ചെറിയൊരു ചുമയുണ്ട് കുഞ്ഞിന്. അപ്പൊ അങ്ങനെ 3 മാസം വളരെ പെട്ടെന്ന് കടന്നു പോയി. 3 മാസം നമുക്ക് ഇവര് വന്നു കഴിഞ്ഞാൽ 1 വർഷം നിക്കാട്ടോ. വിസിറ്റിംഗ് വിസയിൽ 1 വർഷം നിക്കാന്നുള്ളതാണ്. ഇവര് നമ്മള് സമ്മർ നോക്കി കണ്ടതാണ്. വെയില് നോക്കി അമ്മച്ചിക്ക് ആർത്രൈറ്റിസും ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് കൊറേ ഇത് കൂടെ ഉണ്ടാക്കി. എന്താ നമ്മള് പിന്നെ അലസുണ്ട ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി, അവല് വിളയിച്ച് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. റിച്ചുകുട്ടൻ വേറെ അലമ്പുണ്ടാക്കാൻ നോക്കി ഇതല്ലേ കാക്കക്കുഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു 3 മാസമായിരുന്നു ഞങ്ങൾക്ക്. റിച്ചുകുട്ടനൊക്കെ എല്ലാം നന്നായി. ഓസ്ട്രേലിയ നന്നായിരിക്കണം. വേറെ എവിടെയും പോയിട്ടില്ല നമ്മൾ. അതുകൊണ്ട് ഓസ്ട്രേലിയ എനിക്ക് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കേറുന്നത്. ടെൻഷൻ തോന്നില്ല. ഒരു തവണ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഫ്ലൈറ്റ് എങ്ങനെ ഇരിക്കുന്നതൊക്കെ അറിയാലോ. ഇപ്പൊ മറ്റേതെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് എങ്ങനെയാ ഇരിക്കാൻ പറ്റും, കേറാൻ പറ്റും, എങ്ങനെ. അപ്പൊ അങ്ങനെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഓസ്ട്രേലിയയെ കുറിച്ച് എല്ലാരും പേരൻസ് ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്താണ് അമ്മച്ചിനെ പിടിച്ചെടുത്തിട്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.